നമ്മുടെ മലയാളികളുടെ പുതിയ തീരാത്തൊരു ലൂപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും പോയി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തോറ്റു, ഭരണവിരുദ്ധ ആ ഒരു എന്താ പറയുക തരംഗത്തിൽ UDFന് വമ്പിച്ച വിജയം. ഇതിപ്പോൾ ലാസ്റ്റ് ജനങ്ങളെല്ലാവരും കൂടി ഇന്ദിരാഭവൻ്റെ മുകളിലേക്ക് വെള്ളപ്പുക വന്നാൽ അത് KC വേണുഗോപാൽ, കറുത്ത പുക വന്നാൽ അത് രമേശ് ചെന്നിത്തല. അവരുടെ രണ്ടിൻ്റെയും പുക കണ്ടാൽ VD സതീശൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയ്ക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അല്ല, സീരിയസ്ലി ചോദിക്കുക, എന്താണ് ഇവിടെ? നിങ്ങൾക്കൊക്കെ ഒരു വിഷൻ ഉണ്ടോ സത്യത്തിൽ? എന്ത് നേതാക്കന്മാർ, എന്ത് ഹൈക്കമാൻഡ്? ജനങ്ങളല്ലേ ഏറ്റവും വലുത്. ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ഒരു ലൈനുണ്ട്. അതായത് ജനങ്ങളെ നോക്കാറുണ്ടായിരുന്നില്ല അവരിങ്ങനെ എന്ത് ചോദിച്ചാലും പാർട്ടി പറയട്ടെ, പാർട്ടി പറയുന്ന പോലെ, പാർട്ടി നേതാക്കന്മാർ പറയുന്ന പോലെ, ഈ ലൈനായിരുന്നു അവർ. ഇതിപ്പോൾ സെയിം സിനാരിയോ ആണ് UDF എടുത്തു വെക്കുന്നത്. വോട്ട് മേടിച്ചു, ജയിച്ചു, ഇനിയിപ്പോൾ എന്താ മന്ത്രിസഭ ഉണ്ടാക്കാം, ഇനി ജനങ്ങളെ വേണ്ട, ജനങ്ങളുടെ വികാരം എന്താണെന്നറിയണ്ട. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇപ്പം ഏതൊരു MLA, ജയിച്ചു വന്നൊരു MLAയോടും അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടി നേതാവിനോടും ചോദിക്കുകയാണ് ആരായിരിക്കും മുഖ്യമന്ത്രി, അത് ജനങ്ങളല്ലല്ലോ തീരുമാനിക്കണ്ടേ, അത് ഞങ്ങൾ പാർട്ടിക്കിടയിൽ ഞങ്ങൾ തീരുമാനിക്കും. അതായത് ഇപ്പോൾ അച്ഛനും മക്കളും ഒന്ന്, നായിൻ്റെ മക്കൾ നമ്മൾ പുറത്ത്. ഞാനുണ്ട്, ജനങ്ങൾക്ക് VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ്. ഈ ഇലക്ഷനിൽ ജയിച്ച് വന്ന ഓരോ MLAക്കും കിട്ടിയ വോട്ടിൽ ഒരു 10 വോട്ടെങ്കിലും VD സതീശൻ്റെ പേരിൽ പെട്ടിയിൽ വീണ്ടുണ്ടാവും. മനസ്സിലായോ? പാർട്ടിയോ അല്ലെങ്കിൽ വേറെ എല്ലാം നിങ്ങൾ മാറ്റിയോ, അതിൻ്റെ പേരിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഒരു 10 വോട്ടെങ്കിലും എല്ലാ MLAക്കും VD സതീശൻ എന്ന് പറഞ്ഞ ഫിഗറിൻ്റെ ആ ഒരു ഇതിൽ വീണ്ടുണ്ടാവും. ഇയാളെ വോട്ടേജ് ജയിപ്പിച്ചാൽ UDF ജയിക്കും, VD സതീശൻ മുഖ്യമന്ത്രി. ഈ പേരിലൊരു 10 വോട്ടെങ്കിലും മിനിമം ഒരു MLAക്ക് കയറിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു UDF നേതാവ് ഈ ഒരു ഇലക്ഷന് മുന്നിൽ നിന്ന് നയിച്ചൊരു നേതാവിനെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തെന്നാ അത്? ശരിയാണ്, KC വേണുഗോപാൽ ഭയങ്കര വലിയ നേതാവാണ്, നാഷണൽ ലീഡറാണ്, എല്ലാം സമ്മതിച്ചു, ഇല്ലയെന്ന് പറയുന്നില്ല. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള വർത്തമാനം കേൾക്കേണ്ടി വരും. പോയിട്ടില്ല, പോകും എന്നുള്ള വർത്തമാനം കേൾക്കേണ്ടി വരും KC വേണുഗോപാൽ. പിന്നെ ഒരു കമ്പാരിസൺ വരും. KC വേണുഗോപാൽ എങ്ങാനും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആയാൽ അധിക ചിലവ്, 6 മാസത്തിൻ്റെ ഉള്ളിൽ വേറെ ഏതെങ്കിലും MLA രാജിവെച്ച് പിന്നെ ഇയാൾ മത്സരിച്ച് ഇനി അയാൾ തോറ്റാൽ എന്ത് ചെയ്യും? അപ്പം ചിലവാണ് അത്. ആ ചിലവും കൂടി നിങ്ങൾ ഖജനാവിൽ ഇട്ട് കൊടുക്കരുത്. പൂച്ച വെറ്റി കിടക്കുന്ന ഖജനാവെന്നുള്ളത് ഓൾറെഡി കോൺഗ്രസ് പറഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റുകാർ തുടച്ച് അടിച്ച് നക്കി വെച്ചാണ് പോയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ചിലവും കൂടി ഇട്ട് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ഖജനാവാണെന്നുണ്ടെങ്കിലും ഇനി കേന്ദ്രത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇനി ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എന്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നാട്ടുകാരുടെ പൈസയില്ല. എൻഡ് ഓഫ് ദ ഡേ നാട്ടുകാരുടെ പൈസയാണ് പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഇപ്പോൾ KCക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നാഷണൽ പൊളിറ്റിക്സിൽ നിന്ന് ഇറങ്ങി വന്ന് സ്റ്റേറ്റ് പൊളിറ്റിക്സ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കിയിടത്തോളം നന്നായിട്ടുണ്ട് KCയുടെ പൊളിറ്റിക്കൽ ലെഗസി പറയുന്നവർ മധ്യപ്രദേശിനെ കുറിച്ചും രാജസ്ഥാനെ കുറിച്ചും പഞ്ചാബിനെ കുറിച്ചും പശ്ചിമ ബംഗാളിനെ കുറിച്ചിട്ടും ഒറീസയിലും ബീഹാറിലൊക്കെ ഉണ്ടായ തോൽവികളെ കുറിച്ചൊന്നും പറഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ട് നാഷണൽ പൊളിറ്റിക്സിൽ അവിടെ ഇരുന്ന് അതൊക്കെ ഒന്ന് നന്നാക്കാൻ ശ്രമിച്ചാൽ വളരെ ഉപകാരം എന്നുള്ളതേ KCയോട് പറയാനുള്ളൂ. പിന്നെ KC തന്നെ പല സാഹചര്യങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ, എന്തിന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, എന്നോട് അങ്ങനത്തെ ഒരു ചോദ്യം തന്നെ ഇറലവൻ്റ് ആണ്, എനിക്ക് മുഖ്യമന്ത്രിയാവാൻ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഈ KC. ഈ ഏഷ്യാനെറ്റിന് കഴിഞ്ഞ വർഷം കൊടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് ഇത് പറയുന്നുണ്ട്. 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാരായിരിക്കും. മറ്റ് പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലില്ലാത്ത സാഹചര്യം. അതിന് നേതൃത്വം നൽകേണ്ടത് എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവർക്കും അപ്രോച്ചബിളായ ഒരു നേതാവായിരിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ അതിന് ഏറ്റവും യോഗ്യനായ ആൾ ശ്രീ KC വേണുഗോപാലാണെന്ന് പറയുന്നു. ചോദ്യം ബിനു എന്നോട് മുൻപ് ചോദിച്ചതാണ്, ഞാൻ ഉത്തരവും പറഞ്ഞതാണ്. ഞാൻ കൃത്യമായിട്ടും പറയും. ഇപ്പം ഒറ്റ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടം ഉണ്ടാവാറുള്ളൂ. ചിലപ്പോഴും നിങ്ങളുടെയൊക്കെ ചർച്ചകളിൽ എൻ്റെ പേരും കൂടെ പരാമർശിക്കപ്പെടാറുണ്ട്. ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ ബേസിക്കലായിട്ട് അവിടെയാണ് എൻ്റെ ഇഷ്യൂ. ഞാൻ ബേസിക്കലായി കേരളത്തിൻ്റെ റൂട്ടിൽ ജനിച്ച് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ അടികൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞ 48 വർഷമായിട്ട് ഞാൻ കേരളത്തിൻ്റെ പൊതുജീവിതത്തിലുണ്ട്. ഓരോ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറന്നിറങ്ങി വരേണ്ട ഒരാളൊന്നുമല്ല. പിന്നെ
എൻ്റെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞു. എനിക്കെൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലുത്. ഒരാഗ്രഹങ്ങളും അത്തരത്തിലില്ല. ഇന്നതാവണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ പേര് ഇതിനകത്ത് വലിച്ചെഴുക്കുക എന്ന് പറയുന്ന ഉദ്ദേശം തന്നെ ഇങ്ങനെ വേറെന്തെങ്കിലും മേൽവ്യാസത്തിൽ പറന്നിറങ്ങി വരും എന്ന് വരുത്തിയെടുക്കാന്ന് കെ വേണുഗോപാലിന്റെ യോഗ്യത ആരും ചോദ്യം ചെയ്തു? ചില ചോദ്യം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ താങ്കൾ ചോദ്യം ചെയ്യുന്നു അല്ല പറയുന്നത്. അതിന് ഇപ്പോൾ കോൺഗ്രസിലെ വിവിധ സംഘടനകളുടെ തലപ്പത്ത് വന്ന MP ആയി, MLA ആയി, മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, ഇപ്പോൾ AICCയുടെ പ്രധാനപ്പെട്ട റോളിൽ നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്നുണ്ട് വിനു. നിങ്ങൾ എത്രയോ ഞാൻ താങ്കൾ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, ചില ചാനൽ ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പോൾ എന്നെ അങ്ങനെ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കോൺഗ്രസിനകത്ത് എല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDFൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എൻ്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. ഇവരൊക്കെ പറയുന്നതൊന്ന് ഉള്ളിൽ കൂടി ചെയ്യുന്നത് വേറൊന്ന് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. MLA നേരിട്ട് കാണാൻ വന്ന AICC നിരീക്ഷക സംഘം തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ മീഡിയ ക്യാമറയിൽപ്പെട്ട ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ MLA ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞിരിക്കാം എന്നുള്ളൊരു ഐറ്റം. അപ്പോൾ അതിനകത്ത് KC തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സൈഡിൽ വയ്ക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അടക്കം പറഞ്ഞിട്ടുള്ളത് KC എന്നാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈക്കമാൻഡിന് MLA പറഞ്ഞ ഒരു തീരുമാനത്തിൻ്റെ മുകളിലൊരു തീരുമാനം എടുക്കാനുള്ള പവറൊക്കെ ഉള്ളതുകൊണ്ട്, ഇതിനു മുമ്പും അങ്ങനത്തെ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടും ഇപ്പോൾ KC എന്ന് പറഞ്ഞു കൊടുത്ത MLA എഴുതി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ജനവികാരം വീടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ചെയ്യേണ്ടത്. ഇനി അതിന് മുകളിലും രാഹുൽ ഗാന്ധിക്കും ടീമിനും തീരുമാനം എടുക്കണമാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KC വേണുഗോപാൽ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നാട്ടുകാർ മുഖത്തേക്ക് ചോദിക്കും, മണ്ണും ചാരിന്ന് പെണ്ണും കൊണ്ടുപോയാൽ അപ്പടാന്നറിയും. മനസ്സിലായി? അത് പറഞ്ഞിരിക്കും. ഒന്ന് പിന്നെ കമ്പാരിസൺ വരും. വീഡിയോ ആയിരുന്നെങ്കിൽ ഇയാളിത്. ഈ കമ്പാരിസൺ കേട്ടല്ലാതെ കേരളത്തിൽ ആ കസാലയിൽ ഇരിക്കാൻ പറ്റില്ല ആർക്കും. ബിക്കോസ് വീഡിൻ്റെ ഇമ്പാക്റ്റ് അത്രത്തോളം ഉണ്ട്. VD സതീശൻ എന്ന് പറഞ്ഞ ആ പൊളിറ്റിക്കൽ ഫിഗർ, ആ പൊളിറ്റീഷ്യൻ, അയാൾ ഉണ്ടാക്കി വെച്ച ഇത് ഓക്കെ. ഈ പിണറായിക്കെതിരെ ഒരു തരംഗം എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് അത്രത്തോളം ഉണ്ട്. VD സതീശന് അങ്ങോട്ട് എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തരംഗം. VD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് മോസ്റ്റ് മെജോറിറ്റി മലയാളികളും പോയിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. വെരി അൺഫോർച്ചുനേറ്റ്ലി കോൺഗ്രസിനകത്ത് മാത്രം അങ്ങനൊരു സാധനം നടന്നിട്ടേ ഇല്ലാതാണ് ഇവർ പറയുന്നത്. ഞാൻ ആലോചിച്ച് നോക്കുക എങ്ങനെ സാധിക്കുന്നത്. ഇത് വലിയ പ്രഡിക്ഷനാണിത്. അതായത് പണ്ട് കാലങ്ങളിൽ മുന്നേ ഉള്ള ഒരു പരിപാടി. അതായത് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മമ്മയൊക്കെ കോൺഗ്രസ്സുകാരിയായിരുന്നു. അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അധികാരം കിട്ടിയോ തമ്മിലടിക്കും. മനസ്സിലായേ? പണ്ടൊക്കെ ഗ്രൂപ്പിൻ്റെ പേരിലായിരുന്നു. ഇപ്പോൾ അധികാരം കിട്ടിയാൽ അപ്പം തമ്മിലടിക്കും എന്നുള്ള ആ സാധനം വളരെ ഇങ്ങനെ ക്ലിയർ കട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇന്ന് നോക്ക് നിങ്ങൾ, VD സതീശന് വേണ്ടിയിട്ട് പെട്രോൾ തലയിൽ കൂടി വെച്ചിട്ട് ഒരു ചങ്ങായി പുറത്തിറങ്ങി പ്രതിഷേധം നടത്തുന്നത്. എങ്ങനെയുണ്ട്? പ്രതിഷേധം നടത്തിക്കോ, സ്വന്തം ജീവൻ കളഞ്ഞും ജീവിതം കളഞ്ഞും പ്രതിഷേധിക്കണമെന്നുള്ളത് ഞാൻ ആലോചിച്ചു. എങ്ങാനും വല്ല തീപ്പൊരി, അത് ഇമ്മാതിരി കൊട്ടൻ ചൂട് എല്ലാം പറ്റിപ്പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ന് പന്തം കുളത്തിപ്പട, ഇന്നലെ വേറെ പ്രൊട്ടസ്റ്റ് ചെയ്തോ അത് ജനങ്ങളെ ഉപദ്രവിച്ചാവരുതെന്നുള്ളൂ. ഓക്കെ, ജനങ്ങൾക്ക് ജനങ്ങളുടെ വികാരം രേഖപ്പെടുത്തും. ഇത് ജനങ്ങളാണോ രേഖപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്നുള്ളത് ഇവിടെ സാധാരണക്കാർ വരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇവിടെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്താ? പാർട്ടിക്കാർ, VD പക്ഷം, ഇതൊരു ഒരുമാതിരി ഒരു ഗുണ്ടാ ലെവലിലേക്ക് ഇത് പോകരുത്. പിടിച്ച് പറിച്ച് വാങ്ങുന്ന സെറ്റപ്പിലേക്ക് ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു മോശം പരിപാടി. ഓക്കെ, ഒബ്വിയസ്ലി VD സതീശനാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ, അതിന് വേറെ റീപ്ലേസ്മെൻറ്റ്സ് ഇല്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടൊരു തരം ഗുണ്ടായിസം ലെവലിലേക്ക് പോകുന്നത് വളരെ മോശം പരിപാടിയാണ് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ഇതിനൊക്കെ ഇടയിൽ ഈ മുഖ്യമന്ത്രി കസാലേൻ്റെ കാര്യം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലാരിയ്ക്കും എന്നുള്ളത് ചർച്ചയാകുമ്പോൾ ഇന്നലെ ചെറിയാൻ ഫിലിപ്പ് എന്തോന്നാണ് ഈ കാണിച്ചു കൂട്ടിയത്. കട്ടിപ്പൂടിയിടാതോ എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രംഗമാണ് അല്ലേ? ഇത് വന്നിട്ടുണ്ട്, 1, 2, 3 സിനിമയിൽ ഈ സാധനം വന്നിട്ടുണ്ട്. നല്ല ട്രോളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ
കൈ കൊടുത്ത് പോകാനുള്ള ആ ഒരൊറ്റ മൂഡിൽ അവർ വന്നേ. ജസ്റ്റ് കാണുന്ന ഒരു നേതാവല്ലേ, അപ്പോൾ അയാൾ കൈ കൊടുക്കുന്നു പോകുന്നു. ഒരേ പാർട്ടിയിലുള്ള ആൾക്കാരാണ്, ഒരേ സ്പേസ് പങ്കിടുന്നവരാണ്. ശരിയാണ്, ചെറിയാൻ ഫിലിപ്പ് എന്നല്ല എല്ലാവരും, ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നല്ലാതെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീകളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ, പുരുഷന്മാരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ, മനുഷ്യന്മാർ വേറൊരു മനുഷ്യൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഒരു സ്ത്രീയെയോ പുരുഷനെയോ നിങ്ങൾ വേറെ ഏതൊരു മനുഷ്യനെയും മൃഗത്തിനെ വരെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ആ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു ലിവിങ് ബീങ്, ഞാൻ അങ്ങനെ പറയാം, മൃഗങ്ങളും മനുഷ്യന്മാരും എന്തോ ഒരു ലിവിങ് ബീങ് നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇഫ് ദേ ആർ നോട്ട് ഓക്കെ വിത്ത് ഇറ്റ്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, റെസ്പെക്ട്ഫുള്ളി അവരെന്ത് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക, മാറി നിൽക്കുക. എസ്പെഷ്യലി ഇതിൽ മനുഷ്യന്മാരുടെ കേസിൽ ആണാണ് പെണ്ണാണ് നോക്കണ്ട, പെണ്ണുങ്ങളിൽ കുറച്ച് കെയർഫുള്ളും ആവാം. വളരെ മാന്യമായിട്ട് ഗ്രീറ്റ് ചെയ്യുക, മാറി നിൽക്കുക. അപ്പോൾ എല്ലാവരെയും കണ്ടാൽ കെട്ടിപ്പിടിക്കാൻ പോകണമെന്നില്ല. ഇപ്പോൾ പോകുമ്പോൾ തന്നെ അവരവരുടെ എന്താ പറയുക റെസിസ്റ്റൻസ് അവർ വെക്കുന്നുണ്ട്, അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് താല്പര്യമില്ലായ്മ അവരവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും വീണ്ടും കയറിപ്പോയി പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയാൻ ഫിലിപ്പേ എന്തുവാ നിങ്ങൾ കാണിക്കുന്നത്? എന്താണെങ്കിലും അതൊരു സൈഡിൽ കൂടി ഹെവി ട്രോളും പരിപാടികളൊക്കെ ആയിട്ട് പോയിരുന്നു. സി ആർ മഹേഷ് ഈ AICC നിരീക്ഷകരുടെ മുന്നിൽ പോയി നിന്ന് അയാളുടെ സൈഡ് പറഞ്ഞു കാണും. അത് കഴിഞ്ഞിറങ്ങും ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതാണ് ഇന്ന് എല്ലാ മലയാളികളും പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായിരിക്കും സ്ഥിതി? കുളിപ്പിച്ച് കൊച്ചിനെ എല്ലാ കാര്യം കൊള്ളാത്ത കുളിപ്പിച്ച് കൊച്ചിനെ ഉണ്ടാക്കാതിരുന്ന കൊള്ളാന്നാണ് CR മഹേഷ് പറഞ്ഞത്. വളരെ സത്യമല്ലേ, സത്യസന്ധമായ കാര്യമാണ് CR മഹേഷ് പറഞ്ഞത്. കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാതാക്കണം. ഇപ്പോൾ എന്തിനാണ് ഒരു പാർട്ടി അതിനെ നല്ല രീതിയിൽ നയിച്ച് ജനങ്ങളുടെ മുന്നിലൊരു എന്താ പറയുക വലിയ ഫിഗറായിട്ട്, റെസ്പെക്ട്ഫുൾ ഫിഗറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ഒരുപാട് ആളുകൾ, ഇപ്പോൾ രാഷ്ട്രീയം ഇല്ലാത്ത ഒരാൾക്ക് പോലും മേ ബി വോട്ട് ചെയ്യാൻ പോയപ്പോൾ VD സതീശന് കൊടുക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് വരണം എന്നുണ്ടെങ്കിൽ അത് ആ പൊളിറ്റീഷ്യൻ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് അല്ലേ. അതിനോടൊന്നും ഒരു റെസ്പെക്റ്റും ചെയ്യാതെ പാർട്ടി തീരുമാനം ഇങ്ങനെയാണ്, അപ്പം ജനങ്ങളെ തീരുമാനം എന്താ, നിങ്ങൾ അതിനൊരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ലല്ലോ. ഇനി KC വേണുഗോപാൽ ഈ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അതായത് 2025 സംസാരിച്ചതിനോട് താല്പര്യമില്ല, അങ്ങനെ ഈ അടുത്ത് സംസാരിച്ചു എന്ന് കേട്ടോ. ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവർ മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു, അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങുക. ഞങ്ങളിപ്പോൾ നാളെ രാവിലെ പ്രധാനപ്പെട്ട എന്താ ഇത് ജനങ്ങളെ പറ്റിക്ക് MLA സ്ഥാനത്തേക്ക് നിങ്ങൾ കുറച്ച് പേരെ കൊണ്ടുവന്ന് നിർത്തി. മലയാളികൾ വോട്ടേഴ്സ് നമ്മളെന്താ വിചാരിക്കുക, ഈ കൂട്ടത്തിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി. മനസ്സിലായി? നമ്മളതാണ് നമ്മളെ മൈൻഡ്. അവിടെ ഓൾറെഡി MP മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇട്ടപ്പോൾ അതിനൊരു കൗണ്ടറായിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്ത്, എന്നാൽ ഇവിടെ ജയിച്ചാൽ ഭൂരിപക്ഷം കിട്ടിയാൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭൂരിപക്ഷം വന്നു, ജയിച്ചു, എന്നാൽ പിന്നെ MLA ആരും മന്ത്രിയാവണ്ട, മുഖ്യമന്ത്രിയാവണ്ട, ഞങ്ങളെ കൂട്ടത്തിൽ നിന്നാവാം. അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നു ഇൻറ്റേർണലി. ഇതിപ്പോൾ നിങ്ങളൊന്ന് ഇരട്ടി ചെലവല്ലേ. ഇയാൾ MP സ്ഥാനം രാജിവെച്ചാൽ അവിടെ ഒരു എലക്ഷൻ, MLA വേറൊരുത്തൻ രാജിവെച്ച് ഇയാൾ അവിടെ പോയി നിന്ന്. എന്തിനാണ് ഇത്രത്തോളം കോംപ്ലിക്കേഷൻസ് എന്നുള്ളത് സീരിയസ്ലി മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഒരു ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരായിട്ടുള്ള VD പക്ഷക്കാർ മാത്രമാണ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളും ഇറങ്ങി തുടങ്ങും. അല്ലെങ്കിൽ കളിയാക്കൂടെ, എങ്ങനെ കസാലയിലിരിക്കും, ചമ്പി ഉറങ്ങുകയിലിരിക്കാൻ. എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പറയും VD ആയിരുന്നെങ്കിൽ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നാട്ടുകാർ. ഇവർക്കൊക്കെ ഇത്ര കാലമായിട്ടും ജനവികാരം എന്താണെന്നോ ജനങ്ങളുടെ മൈൻഡ് എന്താണെന്നോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി നിർത്തുന്നതല്ലേ. കോൺഗ്രസിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിട്ടില്ല. ഞാൻ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയ UDF ജയിക്കില്ലെന്ന് പറഞ്ഞു. കാരണം എൻ്റെ അജണ്ട പിന്നെ അതാവും. എൻ്റെ അജണ്ട, എനിക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെൻറ്റ് UDFനെ ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് മാത്രമേ എനിക്കുള്ള അസൈൻമെൻറ്റ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് UDFനെ ജയിപ്പിക്കാൻ ഇറങ്ങിയ UDF തിരിച്ചു വരില്ല. എങ്ങനെയുണ്ട്? അതാണ് VD സതീശൻ. അതായത് ഈ വ്യക്തിക്ക് ഇലക്ഷൻ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുക, ഒരു ഇലക്ഷൻ എങ്ങനെ നേരിടുക,
ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്ത് എന്നൊക്കെ ചിന്തിച്ച് KC വേണുഗോപാൽ അല്ല എന്ന് പറയുന്നില്ല. ബട്ട് മലയാളികളുടെ മുന്നിൽ കുറച്ചധികം കാലമായിട്ട് UDFൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചതും ഞങ്ങൾ കണ്ടതും ഈ മനുഷ്യനെയാണ്. ഇയാൾക്ക് തെറ്റൊന്നുമില്ല. ഈവൻ ഈ ഇലക്ഷൻ്റെ സമയത്ത് നൊണേഷൻ എന്ന് പറഞ്ഞിട്ട് VD സതീശനെ വളരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. എന്നിട്ട് വരെ UDFനെ വിജയിപ്പിച്ചു എന്നുള്ളൊരു എക്സ് ഫാക്ടറി ആളുടെ കയ്യിലില്ലേ. വയനാട് എന്ന് പറഞ്ഞ ആറ്റം ബോംബ് വിഷയം കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ കിട്ടി. ഞാൻ അടക്കം എനിക്കൊക്കെ നല്ല ദേഷ്യമുണ്ട്, ഇപ്പോഴും ആ കാര്യത്തിൽ നല്ല ദേഷ്യമുണ്ട്. സ്റ്റിൽ പിരിച്ച പൈസയ്ക്ക് കണക്കില്ല, വീട് വെച്ചു കൊടുത്തിട്ടില്ല, എല്ലാം അന്തം വിട്ട് കിടക്കുക. ബട്ട് സ്റ്റിൽ ഇയാൾ വന്ന ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ള മലയാളികളുടെ ഒരു മൈൻഡ് ഉണ്ട്. VD സതീശൻ വന്നാൽ എന്നുള്ളൊരു മൈൻഡ്. ആ മൈൻഡിനെ പോലും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ കുറച്ച് നേതാക്കന്മാർ അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ VD അനുകൂലികൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള സെറ്റപ്പിൽ അവരിറങ്ങി. നാളെ ജനങ്ങൾ ഇറങ്ങും. അടുത്തത് രമേശ് ചെന്നിത്തല. ഈ MP മാരെ സ്ഥാനാർത്ഥികളാക്കേണ്ടത് ഒരു കൂട്ടായ തീരുമാനമാണ്. അതെ, അതൊരു കൂട്ടായ തീരുമാനമായിരുന്നു. MP മാരിൽ പ്രഗത്ഭമതികളായ ജനനേതാക്കന്മാരുണ്ടായിരുന്നു. അവരെ നിർത്തിയിരുന്നെങ്കിൽ നല്ല ഭൂരിപക്ഷം അവർ ജയിച്ചേനെ. പക്ഷേ നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത്തരം ഒരു നടപടി വേണ്ട എന്നുള്ളത് പൊതു അഭിപ്രായമായിരുന്നു. അതുകൊണ്ടാണ് ആ തീരുമാനം ഉണ്ടായത്. ഇനിയും ആ തീരുമാനം തന്നെ തുടരേണ്ടതല്ലേ? ഏതെങ്കിലും ഒരു MP ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? അല്ല, അതിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിനൊരു സിസ്റ്റമുണ്ട്. സിസ്റ്റം ഞാൻ പറയാം. സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ സംസ്ഥാനത്തേക്ക് ഒബ്സർവേഴ്സിനെ അയക്കും. അവരിവിടെ വന്ന് എല്ലാവരുമായിട്ട് ആലോചിച്ച ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഹൈക്കമാൻഡ് എല്ലാവരുമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്കും. ഞാൻ തന്നെ എത്രയോ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ ഈ ഒബ്സർവറായിട്ടും പോവുകയും തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ സിസ്റ്റം. കഴിഞ്ഞ തവണ, അതായത് 2021 UDF അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ പക്ഷേ രമേശ് ചെന്നിത്തല ആകുമായിരുന്നില്ല നാച്ചുറൽ ചോയ്സ്? അല്ല, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് എന്നെ ആരും പ്രൊജക്റ്റ് ചെയ്തില്ല മുഖ്യമന്ത്രിയായിട്ടൊന്നും. നിങ്ങളും പോലും ചെയ്തിട്ടില്ല. അന്ന് ഉമ്മൻചാണ്ടി കമ്മിറ്റി വെച്ചു. ഉമ്മൻചാണ്ടി കമ്മിറ്റി എൻ്റെ ഒന്ന് പ്രവർത്തിച്ചു. അങ്ങനെ എന്നോട് ആരും പറഞ്ഞിരുന്നില്ല. പാർട്ടിയിലും ആരും പറഞ്ഞില്ല, പുറത്തും ആരും പറഞ്ഞില്ല, മാധ്യമങ്ങളും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ സീനിയോറിറ്റി വെച്ച് നോക്കിയാൽ രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രി ആകേണ്ട ആളല്ലേ? അത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ പാർട്ടി ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനം അംഗീകരിക്കുന്ന ഒരാളാണ്. എൻ്റെ ട്രാക്ക് റെക്കോർഡ് അതാണ്. പാർട്ടിയാണ് വലുത്, പാർട്ടി പ്രവർത്തനമാണ് വലുതെന്ന് കാണുന്ന ഒരാളാണ്. അതെല്ലാം കണക്കിലെടുത്ത് പാർട്ടി തീരുമാനിക്കട്ടെ. പിന്നെ പ്രൊസീജിയർ, കേന്ദ്ര നിരീക്ഷകർ വരുന്നു, അവരിവിടെ MLA-മാരുമായി നേതാക്കന്മാരുമായി ഒക്കെ സംസാരിക്കുന്നു, അവരൊരു തീരുമാനമെടുത്ത് AICC അറിയിക്കുന്നു, ഹൈക്കമാൻഡ് അവസാന തീരുമാനം പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷം ഇതിലൊരു പ്രധാന ഘടകമായിരിക്കും. 2021 ഭൂരിപക്ഷം ഒരു പ്രധാന ഘടകമായിരുന്നില്ല. കാരണം അന്ന് ഭൂരിപക്ഷം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി വേറെ തീരുമാനമെടുത്തു. അതായത് 2021 രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ. അതെ. എന്നിട്ടും പ്രതിപക്ഷ നേതാവായില്ല. ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആത്മകഥയിൽ സണ്ണിക്കുട്ടിയോട് നടന്ന ആത്മകഥയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനതാരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതായിരുന്നു എൻ്റെ സത്യം. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു. ഞാൻ ആ ഹൈക്കമാൻഡ് തീരുമാനത്തെ സർവാത്മന അംഗീകരിച്ചു. ഒരു കരിയിലെ ഇളകുന്ന ശബ്ദം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. 5 വർഷവും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി കേരളമൊട്ടാകെ ഓടി നടന്ന് പ്രവർത്തിച്ചതാണ്. ഒരു സ്ഥാനമില്ലാതെ പ്രവർത്തിച്ച ആളാണ്. ഇങ്ങനെ വർത്തമാനത്തിൽ ആ ഒരു ഡിപ്രസ്ഡ് സാധനമുണ്ട്, ഒരു ഡിപ്രഷൻ ഉണ്ട് ആവാൻ പറ്റാത്തതിൻ്റെ. നിങ്ങളെ പ്രതിപക്ഷ നേതാവ് ആക്കിയില്ല എന്നുള്ളതിന് ദർ ഈസ് എ റീസൺ. 2021 ഇലക്ഷൻ ഫേസ് ചെയ്ത സമയത്ത് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ അന്ന് LDF തരംഗമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരാളെ വീണ്ടും പിടിച്ചിട്ട് എന്തിനാ പ്രതിപക്ഷ നേതാവ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് ആക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ അതാണ്. അല്ലാതെ ഇയാൾക്ക് നല്ല താല്പര്യമുണ്ട്. കാരണം ലാസ്റ്റ് ചാൻസ് ആണ്. ആസ് പെർ മൈ തിങ്കിങ്, തോട്ട്സ്, രമേശ് ചെന്നിത്തലയുടെ ലാസ്റ്റ് ചാൻസ് ആണത്. ഇനിയൊരു മുഖ്യമന്ത്രി സ്ഥാനമോ പരിപാടികളോ ഇങ്ങനെയായിരിക്കും വയ്യ. അതാണ് വിഷയം. ഒരുപാടായോ, പ്രായമായി, ഇനിയിപ്പോൾ അങ്ങനെ വഹിക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ഇതിൽ വിനു വി ജോൺ ചോദിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരാളല്ലേ, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക
ഒരുപാട് ട്രാക്ക് റെക്കോർഡുള്ള ഒരാളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ ഉപരി എഫിഷ്യൻസി എന്ന് പറഞ്ഞ സാധനമല്ലേ? മനസ്സിലായോ? വയസ്സോ പ്രായമോ പ്രവൃത്തി പരിചയം, എഫിഷ്യൻ്റ് ആണോ? പ്രവൃത്തി ഉണ്ട്, പക്ഷെ അതിന് പ്രവൃത്തി പരിചയം വേണം, എഫിഷ്യൻസി വേണം. ചെയ്യുന്ന പ്രവൃത്തി എഫിഷ്യൻ്റായിട്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഒരു ഓഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. അവിടെയാണ് വിഷയം സംഭവിക്കുന്നത്. 2026 വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ പൊളിറ്റിക്സ് എന്താ, ഇന്നെടുക്കേണ്ട തീരുമാനങ്ങൾ എന്താ? ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ KC വേണുഗോപാലൊക്കെ ആകുമ്പോഴുള്ള വിഷയങ്ങൾ എന്താ പറയുക, നെഗോസിയേഷൻസിൻ്റെ ഒരു തരം രാഷ്ട്രീയം വരും. മനസ്സിലായി? ഒരു തരം നെഗോസിയേഷൻ ആവും എല്ലാം, ഡീലുകൾ, നെഗോസിയേഷൻ. ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടൊരു ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ളൊരു മന്ത്രി, ഒരു ചീഫ് മിനിസ്റ്റർ, അതൊന്നുമില്ല. അതൊന്നും കാണാൻ വളരെ റെയറായി നമുക്ക് വരെ എന്നൊക്കെ കാണാൻ പറ്റുമായിരിക്കുള്ളൂ. പക്ഷേ VD സതീശനാണെങ്കിൽ അതല്ല, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യം പറയും, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഞാൻ എടുക്കുന്ന പറയാൻ പ്രതീക്ഷ ഉണ്ട്. ഇവരിൽ ആ പ്രതീക്ഷ പോലും വരുന്നില്ല മലയാളികൾക്ക്. അതുകൊണ്ടാണല്ലോ മലയാളികൾ വേറെ ഒന്നും ചിന്തിക്കാത്തത്. അതുകൊണ്ടാണ് ലേശം ഉളുപ്പ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് വരല്ലേ എന്നുള്ള ഫ്ലെക്സുകളൊക്കെ KC വേണുഗോപാലിനെതിരെ വരുന്നത്. ഇതിനിടയിൽ ഇന്നലെ മാത്യു കുഴൽനാടൻ മുസ്ലിം ലീഗിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരു വള്ളി. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് മാത്യു കുഴൽനാടന്റെ വിമർശനം. മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയൂ? ഈ വിജയം എന്ന് പറയുന്നത് ആരും മറക്കരുത്, ഇത് പാർട്ടിയുടെ വിജയമാണ്, ഇത് മുന്നണിയുടെ വിജയമാണ്. ആ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്ന ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? ജനപിന്തുണയുള്ളയാൾ മുഖ്യമന്ത്രിയാവട്ടെ എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇന്ന് പ്രതികരിച്ചു. ജനവികാരം മറികടന്നാൽ ആത്മഹത്യാപരമായിരിക്കുമെന്നും PMA സലാം. UDFന്റെ ശക്തി എന്ന് പറഞ്ഞ ജനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ജനവികാരം മറികടന്നുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകാൻ UDFന് കഴിയില്ല. കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കും. മാത്യു കുഴൽനാടനെതിരെ ലീഗ് നേതാവ് ഷാഫി ചാലിയും രംഗത്തെത്തി. മുന്നണി നയിക്കേണ്ടയാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ ഘടകകക്ഷിക്കും അഭിപ്രായം പറയാമെന്ന് 24 എൻകൗണ്ടറിൽ ഷാഫി ചാലിയും പറഞ്ഞു. ഇതൊരു മുന്നണിയെ നയിക്കേണ്ട മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ ഘടകകക്ഷിക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. ഘടകകക്ഷികൾക്ക് മുഖ്യമന്ത്രി ആരെന്ന് പറയാൻ അവകാശമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രാജു P. നായരും പറഞ്ഞു. അതേസമയം മാത്യു കുഴൽനാടനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. മൂവാറ്റുപുഴയിൽ ഫ്ലെക്സിൽ നിന്നും വെട്ടിമാറ്റിയ മാത്യു കുഴൽനാടന്റെ ചിത്രം പ്രവർത്തകർ കത്തിച്ചു. കണ്ണൂർ ഇരിക്കൂറിൽ മാത്യു കുഴൽനാടനെതിരെ യൂത്ത് ലീഗ് ഫ്ലെക്സ് സ്ഥാപിച്ചു. ഇത്രയും കാര്യങ്ങൾ ഇന്നലെ മാത്യു കുഴൽനാടൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും മാത്യു കുഴൽനാടനും തമ്മിലൊരു പോട്ടാപ്പോട്ടി. എഗെയിൻ ഞാൻ പറയുന്നു, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ വിള്ളൽ വീഴുന്നത് ഇവിടെയാണ്. മനസ്സിലായില്ലേ? ഘടകകക്ഷികളുമായിട്ട് ഇപ്പുറത്തിരിക്കുന്ന മിനിസ്റ്റേഴ്സിനും MLA ആവുന്നവർക്കും ഒക്കെ തമ്മിൽ വിഷയങ്ങളാണ്. ഇവരൊക്കെ തമ്മിലൊരു സിങ് സൗണ്ട് ഇല്ല, ഒരു യൂണിമൈൻഡ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരിക്കും ബാക്കിയുള്ളവർക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സന്ദീപ് വാര്യരോട് ഇന്ന് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞൊരു ഒറ്റ പേരിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് ലീഡർ തീരുമാനമായോ എന്ന് ചോദിച്ചാൽ തോറ്റ് തുന്നം പാടിയിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ജയിച്ച് ഞങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുന്നത് അതൊരു കറക്റ്റായിട്ടുള്ള കാര്യമേ അല്ല. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ ലെയിം എക്സ്പ്ലനേഷൻസ്, കൃത്യമല്ലാത്ത രീതിയിലുള്ള ഇത് ഞങ്ങളെ പാർട്ടീൻ്റെ തീരുമാനം എങ്ങനെയാണ്, ഞങ്ങളെ പാർട്ടി ഇതേ ചെയ്യും, ഇതാണ് ഞങ്ങളെ പാർട്ടീൻ്റെ സ്ട്രക്ചർ. വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറിയിട്ട് ഈ ഞങ്ങളെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്, നിങ്ങൾ ഒരു MLA വോട്ട് ചെയ്ത് ഒരു MLA സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് അയാൾ നാളെ MLA ആയാൽ ആ കൂട്ടത്തിലുള്ള ആരും മുഖ്യമന്ത്രിയാവുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഞങ്ങൾക്ക് വേറെ അതർ പ്ലാൻസ് ഉണ്ട്, ഞങ്ങൾക്ക് പ്ലാൻ B ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു അവരെ. ജനങ്ങളുടെ വികാരം എന്താ? എൻഡ് ഓഫ് ദ ഡേ ജയിപ്പിച്ച MLAയുടെ കൂട്ടത്തു നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാവണം. അതിന് ജനങ്ങളൊരു മോസ്റ്റ് മെജോറിറ്റി ജനങ്ങളും മുന്നിൽ കാണുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെയാണ്. ആ VD സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നതിൽ എന്തത്ര വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രമേശ് ചെന്നിത്തലൻ്റെ ലാസ്റ്റ് ചാൻസ് ആണോ നിങ്ങളെ പ്രശ്നം? അയാൾക്ക് ചാൻസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആക്കുക എന്നുള്ള മൈൻഡാണോ? അയാൾക്ക് വയ്യ. ഒന്ന്. അടുത്ത KC വേണുഗോപാൽ
നാഷണൽ പൊളിറ്റിക്സിൽ കോൺഗ്രസിന് വേണ്ടി അങ്ങനെ എന്താ ചെയ്തതെന്നും കൂടി പറയണം പ്ലീസ്. അതൊരു വലിയ ഫാക്ടർ. പിന്നെ എന്തുകൊണ്ട് ഇത്രയും MLA-മാർ KC വേണുഗോപാലിനെ താങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അജു ഇട്ടൊരു വീഡിയോ ഉണ്ട് ഇൻഫോമലിൽ, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. പക്ഷെ ഇവിടെ MLA-മാർ ആരുടെ ഒപ്പമാണ്? KC വേണുഗോപാലിനൊപ്പമാണ്. അപ്പോൾ ഈ KC വേണുഗോപാലിനോടൊപ്പം MLA-മാർ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് ചിന്തിച്ചു നോക്കണം. പവറാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയിലെ 2ാമത്തെ പൊസിഷനാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അതായത് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തൊട്ട് താഴെയുള്ള പോസ്റ്റ്. അപ്പോൾ ഈ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ മുഴുവൻ നിയമിച്ചതും അല്ലെങ്കിൽ അവരെ മുഴുവൻ നിയന്ത്രിച്ചതും അവർക്ക് ഫണ്ട് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടയാളും ഫണ്ട് കൊടുക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടയാള് എന്ന് പറയുന്നത് കാരണം പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തല്ലോ, സംഘടന കൊടുക്കേണ്ട പൈസ സംഘടന കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്ത ഒരാള് അയാളോട് കാണിക്കുന്ന ഒരു മിനിമം കടപ്പാടാണ് ഇവിടുത്തെ നേതൃത്വം കാണിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയൊക്കെ അത് ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് മാത്രം ചിന്തിച്ചു നോക്കുക. ഇനിയും ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒന്നും കിട്ടാനില്ല, ഒന്നും ഉണ്ടാക്കാനില്ല, ഇവിടെ വന്നിട്ട് ഇരുന്നാൽ മതി, ഇവിടെയാണ് അതിലും ബെറ്റർ എന്നൊരു സന്ദേശമല്ലേ നൽകുന്നത്. ഇതേ സാധനമല്ലേ അശോക് ഗെഹ്ലോട്ട്. എക്സാക്ട്ലി അതാണ്. അതായത് നാഷണൽ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല, ഇത്ര കാലം ചെയ്തൊന്നും ക്ലച്ച് പിടിച്ചില്ല, അപ്പോൾ പിന്നെ പേടിച്ചോടി അരണ്ട് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്ന് ഇവിടെ മുഖ്യമന്ത്രിയാവാം. ഈ ഒരു മെസ്സേജാണോ KC വേണുഗോപാൽ കൊടുക്കുന്നത്? ഞാൻ എഗെയിൻ പറയുന്നു, ഇതല്ല ജനങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് VD സതീശൻ എന്ന് പറഞ്ഞ ആ ഒരു പൊളിറ്റിക്കൽ ഫിഗർ, UDFന്റെ മുന്നിൽ നിന്ന് നയിച്ച ആ ലീഡർ, അയാൾ മുഖ്യമന്ത്രി ആവണം എന്നാണ്. അല്ലാതെ നിങ്ങൾ ഇനി KC വേണുഗോപാലിനെ കൊടുന്ന് നിർത്തിയാലോ രമേശ് ചെന്നിത്തലേനെ കൊടുന്ന് നിർത്തിയാലോ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ചാണ്ടിയുമ്മനെ കൊണ്ട് നിർത്തിയിട്ടും കാര്യമില്ല. കാരണം ചീഫ് മിനിസ്റ്റർ പോസ്റ്റിലേക്ക് VD സതീശൻ എന്നുള്ള സംഗതി മലയാളികളുടെ ഓരോ ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതും അല്ലെങ്കിൽ ന്യൂട്രൽ പൊളിറ്റിക്സ് തിങ്ക് ചെയ്യുന്നവർക്കും VD സതീശൻ വരണം എന്നുള്ളത് അതാണ് അവരുടെ മനസ്സിനകത്തുള്ളത്. അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിലും എത്ര പേരുടെ വീഡിയോസ്, എത്ര കമൻറ്റ് ബോക്സുകൾ, ഇപ്പോൾ പലതും പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കും, സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു വെച്ച് നോക്കണം നിങ്ങൾ. ഹൈക്കമാൻഡിന് എത്ര മെയിൽ വന്നിട്ടുണ്ടാവും, ഡിയർ രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ മെയിൽ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. അപ്പം ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം തീരുമാനം എടുക്കണം. അല്ലാതെ മണ്ണും ചാരി നമ്മൾ പെണ്ണും കൊണ്ടുപോകും എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി കസേര മാറ്റി കൊടുത്താൽ നാളെ KC വേണുഗോപാൽ മര്യാദയ്ക്ക് ഭരിക്കില്ല. കാരണം കമ്പാരിസൺ അയാൾക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. VD ആയിരുന്നെങ്കിൽ ഇതിങ്ങനെ ചെവികുണിന് മുഴങ്ങും.